അല്ല ഞാൻ പേഴ്സണലി ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് വരുന്ന തരത്തിലുള്ള ഫേസസ് ആണ് നമ്മൾ അതിനു വേണ്ടി കണ്ടെത്താൻ ശ്രമിക്കാറ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മുഖം എനിക്ക് മനസ്സിലുണ്ടാവും, അത് സബ് കോൺഷ്യസ്ലി ഉള്ളതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ വരുന്ന ചോയ്സസിൽ നമുക്ക് ആ മുഖം കണ്ടെത്താൻ പറ്റും. അത് പതുക്കെ പതുക്കെ ആ കഥാപാത്രമായിട്ട് നമ്മുടെ മനസ്സിലത് പതിയും. അത് പിന്നെ നമ്മൾ ഓരോരുത്തരും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് നമ്മളപ്പോൾ ഓഡിഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ മുഖങ്ങളിൽ നിന്ന് ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് കറക്റ്റ് വരും. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് ഒരു ക്യാരക്ടർ പോലും ഒരു കോംപ്രമൈസ്ഡ് ആയിട്ട് എന്നാൽ മറ്റേ പുള്ളി കുഴപ്പമില്ല, എൻ്റെ അയൽക്കാരനുള്ളോ പാവമുള്ളോ എന്ന് വിചാരിച്ച് കാസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സിനിമയിൽ ചാൻസ് ചോദിച്ച് വരുന്ന ഒരാളുള്ളൂ എന്ന് വിചാരിച്ചും ഒരാളെ കാസ്റ്റ് ചെയ്തിട്ടില്ല. ആ കഥാപാത്രത്തിന് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷനായിട്ട് കണ്ട ആളുകളെയാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ. അപ്പോൾ നമുക്കത് സിനിമ അതിൻ്റെ ഫൈനലിൽ വന്ന് നിൽക്കുമ്പോഴും നമുക്ക് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഓരോ കഥാപാത്രങ്ങളിലും. പിന്നെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ അവരൊരു പ്രത്യേക സോണിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് അഭിനയിക്കുക എന്നുള്ളത് ആക്ച്വലി വലിയൊരു എഫേർട്ടല്ല, നമ്മളൊരു വലിയ എഫേർട്ടാണെന്ന് അയാൾക്ക് ഉള്ളിലുള്ളൊരു തോന്നലാണ് അയാൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതുവരെ ഒന്നും, അതായത് അവരുടെ സ്കൂൾ ലെവലിലോ സിനിമയിലോ നാടകത്തിലോ ഒന്നും അഭിനയിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ എത്രയോ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഓരോ പീരീഡ് അവർ ഈ സിനിമ എന്നുള്ളൊരു മീഡിയവുമായിട്ട് യൂസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഈ അഭിനയത്തിൽ കുറച്ചുകൂടി നാടകീയത വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അവർ ബ്രാൻഡ് ന്യൂ ആണ്, ക്ലീൻ സ്ലേറ്റ്സ് ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു സത്യത്തിൽ. എനിക്ക് ഒരു പക്ഷേ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പേരോടൊപ്പം വർക്ക് ചെയ്യുന്നതും ഇതും തമ്മിൽ മേജർ ഒരു ഡിഫറൻസും ഫീൽ ചെയ്തില്ല. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഈ അനുഭവം ഉണ്ടായത്. ഇല്ല, അത് ഈ അവിടുത്തെ ഒരു ടോൺ കൊടുക്കാനാണ് ഒരു യെല്ലോ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പൂർണ്ണമായിട്ടൊരു ഡാർക്ക് ടോൺ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോവും അതിലെ ഹ്യൂമറും എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ അതിനകത്ത് ഉണ്ടെന്ന് ഇത് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ആക്ഷനും റൊമാൻസൊക്കെ അതിൻ്റെ മെയിൻ ഘടകങ്ങൾ തന്നെയാണ് സിനിമയുടെ. അപ്പോൾ ഹ്യൂമറും എല്ലാം ഒരുപോലെ തന്നെയാണ് സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ ഞാനും ശ്രീജിത്തും ഒരുമിച്ച് ഇപ്പോൾ ആമേൻ മുതലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് തന്നെയാണ് എൻ്റെ എല്ലാ തവണയും പോസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഇത് അങ്കമാലി ഡയറീസിന് ഓൾറെഡി ഞങ്ങളൊരു ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഈ അങ്കമാലി ഡയറീസ് എന്നുള്ള യൂണിറ്റാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ഒരു ലോറിയുടെ ഹെഡർ യൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ എന്നാണ്. അങ്ങനെ ഒരു ലോറി ആർട്ട് ഫോം അതിൻ്റെ ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്കമാലി ഡയറീസ് അങ്ങനെ ഇത് ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരു വയലൻ്റ് അണ്ടർഗ്രൗണ്ട് ഫീൽ ചെയ്യിക്കാനാണ് അതിനകത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഈ മറ്റേ ഇത് പിശാചിൻ്റെ രൂപവും മറ്റേ തക്കാളിയും മറ്റേ നാരങ്ങയും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ മൂഡ് ആ പോസ്റ്റേഴ്സിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് എല്ലാ സിനിമയിലും ഞാൻ അതിനു വേണ്ടി തന്നെയാണ് നിൽക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ കാരണം അത് ഒരിക്കലും നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കഥയോ സിനിമയോ അത് മറ്റൊരാൾ ചിന്തിക്കുന്ന ആർട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യൽ മാത്രമാവരുത്. അത് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിലുള്ള ചിന്ത തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഇസ് എ ഡയറക്ടേഴ്സ് ആർട്ട് എന്ന് എപ്പോഴും പറയുന്നത്. കാരണം ഒരാളുടെ ചിന്തയാണത്, ഡെഫിനറ്റ്ലി ഒരാളുടെ ചിന്തയാണ്. ബാക്കി എൻറ്റയർ ടീം അയാളുടെ വിഷനിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. അതിൽ 2-3 ചിന്തകൾ ഒരു സിനിമ യൂണിറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു പ്രോപ്പർ സിനിമയിലേക്ക് ഷേപ്പ് ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറമാൻ ചിന്തിക്കുന്നത് പച്ച ഷർട്ടും ഡയറക്ടർ ചിന്തിക്കുന്നത് ചുമന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അല്ലെങ്കിൽ ക്യാമറമാന് വേണ്ടത് മിഡ് ഷോട്ടും ഇയാൾക്ക് വേണ്ടത് വൈഡ് ആണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോയില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അത് അയാളുടെ മാത്രം ക്രിയേഷൻ ആയിരിക്കണം. എങ്കിലാണ് ഒരു റൈറ്റ് സിനിമ ഷേപ്പ് ചെയ്യുള്ളൂ. അല്ല, ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു തരത്തിലുള്ളൊരു ലിബർട്ടി ഉണ്ടാവുക. അതായത് നമ്മൾ പറയാൻ ശ്രമിക്കുന്ന വിഷയം നമുക്ക് ഏത് മുഖവും വെച്ച് പറയാൻ പറ്റുക എന്നുള്ളൊരു ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ
നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് എല്ലാം, അതായത് നമ്മളൊരു റൂൾ ബുക്ക് നമ്മുടെ മുന്നിൽ വെച്ചല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല. അത് സിഗരറ്റ് വലിയും മദ്യപാനവും മുതൽ സ്ത്രീവിരുദ്ധത എല്ലാം നമ്മുടെ മുമ്പിൽ റൂൾ ബുക്സ് ആയിട്ടുണ്ടാവും. അത് സെൻസർ ബോർഡ് വെച്ചതും ജനങ്ങൾ വെച്ചിട്ടുള്ളതും എല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു കലാകാരൻ ഒരു സാധനം എഴുതാനായിട്ട്. ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് എഴുതുമ്പോൾ ഇവർ എന്ത് വിചാരിക്കും, ഈ മതവിഭാഗക്കാർ എന്ത് വിചാരിക്കും, മറ്റൊരു ഇതിനെപ്പറ്റി എന്ത് ആയിരിക്കും ചിന്തിക്കുക, ഇത് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടുമോ, ഇതൊക്കെ ആയിരിക്കും ഇനീഷ്യലി എഴുതുന്ന ആളുടെ ചിന്ത. അപ്പോൾ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ലിബർട്ടിയിലേക്ക് എത്തുക എന്നുള്ളത് ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും വളരെ ഫ്രീ മൈൻഡോടുകൂടിയാണ് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഒരു തരത്തിലുള്ള ഇൻഹിബിഷൻസും ഇല്ലാതെ, അതായത് അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയില്ലാതെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അതിൽ തെറ്റുണ്ടാവും, ശരിയുണ്ടാവും, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതാണ് ഞാൻ ചിന്തിച്ചത് എന്നുള്ളതാണല്ലോ എൻ്റെ റൈറ്റ് വേ. അതായത് ലോകത്ത് ഉള്ള ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും മനസ്സിലാവുന്നൊരു സ്റ്റോറിയാണ്, അതൊരു ഹ്യൂമൻ സ്റ്റോറിയാണ്. അതായത് മനുഷ്യരുടെ, അത് US-ലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, ഫ്രാൻസിലായിക്കോട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിലായിക്കോട്ടെ, മനുഷ്യൻ്റെ ചിന്തയും രീതികളൊക്കെ തന്നെ വളരെ സിമിലറാണ്. അതിലൊരു വ്യത്യാസമില്ല. പറയുന്ന ഭാഷയും കഴിക്കുന്ന ഫുഡും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കഥ എല്ലാവർക്കും മനസ്സിലാവുന്ന കഥ തന്നെയാണ്. അതിന് തിരഞ്ഞെടുത്ത സ്ഥലം അങ്കമാലിയാണെന്ന് മാത്രം, നമുക്ക് ആ കഥ പ്ലേസ് ചെയ്യാനായിട്ട്. അത്ര തന്നെ ഉള്ളൂ ഇതിനകത്ത്. അത് എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.